PDPയുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ LDFന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊരു ഹൈന്ദവ സംഘടനയുടെ പേരും ആ നിലയിലൊരു പിന്തുണ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇത് റിലേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ന്യായീകരണം മുന്നോട്ട് വെക്കാൻ അല്ലെങ്കിൽ വാദിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. അതിൽ PDPയുടെ കാര്യത്തിൽ ആദ്യകാലത്ത് ചില നിലപാടുകളുടെ പേരിൽ മദനി വിമർശിക്കപ്പെട്ടിരുന്നു. അന്ന് എല്ലാവരും അദ്ദേഹത്തെ വിമർശിച്ചു, എല്ലാവരും. എന്നാൽ പിന്നീട് അദ്ദേഹം ജയിലിലടക്കപ്പെടുകയും വിചാരണാ നടപടികളെ നേരിടുകയും കുറ്റവിമുക്തനായി പുറത്തു വരികയും ചെയ്തു. അദ്ദേഹം നിലപാടുകൾ തിരുത്തി. അദ്ദേഹം മതനിരപേക്ഷതയിൽ ഊന്നി രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. അന്ന് എല്ലാവരും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അത് സ്വാഭാവികമാണ്. മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ആര് മുൻപോട്ട് വന്നാലും അത് അംഗീകരിക്കേണ്ടതാണ്, അതിനെ പിന്തുണയ്ക്കേണ്ടതാണ്. അത് കേരളം പിന്തുണച്ചു. ആദ്യഘട്ടത്തിൽ ആരോപണ വിധേയനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുണ UDF സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് അദ്ദേഹം മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് പുതിയ ഒരു പ്രവർത്തന ശൈലി സ്വീകരിച്ചപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ പിന്തുണച്ചു. കുറേ തെരഞ്ഞെടുപ്പുകളായി മതനിരപേക്ഷ നിലപാട് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അവർ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അതിന് ഒരു അപാകതയും ഞങ്ങൾ കാണാത്തത് അവർ ശക്തമായ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. നാളെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ച് മതനിരപേക്ഷ നിലപാട് കളങ്കമില്ലാതെ സ്വീകരിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചാലും അത് സ്വാഗതം ചെയ്യപ്പെടും. അതിൽ തെറ്റില്ല. അതാണ് PDPയുടെ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഹൈന്ദവ സംഘടന എന്ന് പറയുന്നത് എനിക്ക് വിചിത്രമായി തോന്നുന്നു. എനിക്കറിയില്ല അങ്ങനൊരു സംഘടനയെക്കുറിച്ച്, അവരുടെ പിന്തുണയെക്കുറിച്ചും അറിയില്ല. എന്നോട് ആരും സംസാരിച്ചിട്ടുമില്ല. ഇനി ഇവരുടെ തന്നെ കൂട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞതാണോ എന്നും അറിയില്ല. ചിലർ ഒരു സംശയം പറഞ്ഞത് ഇവർ വർഗീയതയെ ശക്തമായി എതിർത്തുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയതെന്നാണ്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. വർഗീയതയെ ശക്തമായി എതിർക്കുകയും മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അതെല്ലാം സ്വാഗതം ചെയ്യപ്പെടണം. അത്തരം ആളുകളുടെ നിലപാട് അത് LDFനെ എതിർത്താലും കുഴപ്പമില്ല, LDFനെ എതിർത്ത് UDFന് പിന്തുണ കൊടുത്താലും കുഴപ്പമില്ല. അതിനപ്പുറത്ത് ഒരു വർഗീയവാദിയുമായും ഒരു നീക്കുപോക്കും ആയുഷ്കാലം LDFന് ഉണ്ടാവില്ല. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട.